ഹായ് എവ്രി വൺ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും എന്നാൽ ലക്ഷറി ഫീൽ കിട്ടുന്ന ഒരു റൂം ഫ്രഷ്നർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളിയല്ലേ. അപ്പോൾ ഇതാണെങ്കിൽ നോൺ ടോക്സിക് ആണ്, കെമിക്കൽസും ഇല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് കാണിച്ചു തരട്ടെ. ആദ്യം വേണ്ടത് ഇതുപോലെ ട്രാൻസ്പെറൻറ്റും ക്ലീൻ ആയിട്ടുള്ളൊരു ജാറാണ്. അതിൻ്റെ അടപ്പ് നമുക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് ടേബിൾ സോൾട്ട് ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കല്ലുപ്പും ചേർക്കാം കേട്ടോ. ഉപ്പ് യൂസ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് റൂംസിലെ ബാഡ് ഓർഡറൊക്കെ നന്നായിട്ട് വലിച്ചെടുക്കും. ഇനി എനർജിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഉപ്പ് നെഗറ്റീവ് എനർജീസിനെ നന്നായിട്ട് അബ്സോർബ് ചെയ്യണ ഒന്നാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ബേസ് ലെയർ ആയിട്ട് കൊടുക്കാം. ഇനിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ്, ആഡിങ് എസെൻഷ്യൽ ഓയിൽസ്. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് റോസിൻ്റെ എസെൻഷ്യൽ ഓയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ മിക്സ് ഓഫ് എസെൻഷ്യൽ ഓയിൽസും വർക്കാവും. ഇനി ഇത് ആ സോൾട്ടിലേക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോണത് 5-6 ഗ്രാമ്പുമാണ്. ആ ഓയിലിൻ്റെ സ്മെല്ലൊന്ന് എൻഹാൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷണലാണ് കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ ഡ്രൈ ഫ്ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇത് നമുക്ക് അതിൻ്റെ ടോപ്പ് ലെയർ ആയിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മീതെ വേണമെങ്കിൽ നമുക്ക് ആ എസെൻഷ്യൽ ഓയിൽ 1-2 ഡ്രോപ്പും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി കളേർഡ് ലേസോ അല്ലെങ്കിൽ റിബണോ ഒക്കെ ഒന്ന് ചുറ്റി കൊടുത്ത് നമുക്കിതിൻ്റെ ഭംഗി ഒന്നും കൂടെ അടിപൊളിയാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചുവപ്പ് റിബൺ വെച്ചിട്ട് ഇതുപോലെ ടൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്. എനിക്ക് ഉറപ്പാണ് ഇതിൽ നന്നായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇത് നമുക്ക് ബെഡ്റൂംസിലും ഷെൽഫിലും പിന്നെ വിൻഡോവിൻ്റെ സൈഡിലൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം. കുറച്ച് ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്മെല്ല് കുറഞ്ഞു തുടങ്ങും. അപ്പോൾ എഗെയിൻ ആ എസെൻഷ്യൽ ഓയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് സോൾട്ടൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്തായാലും ഈ കെമിക്കൽ ഫ്രീ റൂം ഫ്രഷർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റീനും കൂട്ടുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ പിക്ചേഴ്സൊക്കെ ഒന്ന് എനിക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. കീപ് വാച്ചിങ്. ലവ് യു ഓൾ.